ഞാനൊരു സാധനം വായിക്കാം. Lockheed Martin F-35 Lightning is an American family of single-seat, single-engine supersonic stealth-strike fighters, a multi-role combat aircraft designed for air superiority and strike missions. It also has electronic warfare and intelligence, surveillance, reconnaissance capabilities. Lockheed Martin is the prime contractor with the partners of Northrop Grumman and BAE System. The aircraft has three main variants: the conventional takeoff and landing F-35A, the short takeoff and vertical landing F-35B, and the carrier variant catapult assisted takeoff but arrested recovery of F-35C. ഇതൊക്കെ നമ്മൾ സാധാരണ വായിക്കുന്നത് ഈ ചില ചരമക്കോളത്തിൽ നമ്മൾ വായിക്കുമല്ലോ, അതിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പിന്നെ എന്തൊക്കെയാ സംഭവിച്ചതെന്നുള്ളത്. ഇത്രയും പ്രത്യേകതകളുള്ള ഒരു വിമാനം ഇറാൻ വീണ്ടും രണ്ടാമത് അടിച്ച് താഴെയിട്ടു. പൈലറ്റ് കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. ഈ എയർക്രാഫ്റ്റിന്റെ അവശിഷ്ടങ്ങളൊക്കെയും പുറത്തുവിട്ടു. ട്രംപ് മച്ചമ്പി കഴിഞ്ഞ ദിവസം പാലമടിച്ച് തകർത്ത് പിന്നെ പല കേന്ദ്രങ്ങളും അടിച്ച് തകർത്ത ശേഷം ഒരു ശിലായുഗത്തിലേക്ക് ഇറാനെ കൊണ്ടുപോകും എന്ന് പ്രഖ്യാപിക്കുകയും ഇനി അവരുടെ കയ്യിൽ പ്രത്യേകിച്ച് യാതൊരു ശേഷിയുമില്ല, അവർക്ക് ആയുധങ്ങളുമില്ല എന്ന് പറഞ്ഞിട്ട് ഇൻഫ്രാസ്ട്രക്ചറും സിവിലിയൻ സെന്റേഴ്സും ഹോസ്പിറ്റലുകളും ഒക്കെ അടിച്ചു തകർക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ വിമാനം വെടിവെച്ചിട്ടത്. ആ ആക്രമണത്തിന് വിദേശകാര്യമന്ത്രി അനുരാഗ് ജി പറഞ്ഞത് യഥാർത്ഥത്തിൽ പരാജയത്തിൽ വിരളി പൂണ്ട അമേരിക്കയുടെ ഈ അവസാനവട്ട പൊളപ്പാണ് ഈ കാണുന്നത്, അല്ലാതെ ഇത് യുദ്ധത്തിന്റെ വിജയമല്ലെന്നാണ്. കൂടാതെ ഒരു പ്രസ്താവന കൂടിയുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഇറാൻ ഇസ്രയേലിലെ നിരപരാധികളെ ആക്രമിക്കുകയാണ്, അവർ ഭീതി അടിച്ചുവിടുന്നു. എന്താ കാര്യം എന്നറിയോ? ഈ ആക്രമണത്തിന് ശേഷം സെൻട്രൽ ഇറാനിൽ 3 or 4 ബോംബാക്രമണങ്ങൾ വളരെ കൃത്യമായി ലക്ഷ്യം തെറ്റാതെ ഇറാൻ നടത്തി. അൽ ജസീറ അതിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടു. Iranian missile attacks have continued on Israel, while the Israeli military says it intercepted the majority. Some are making it through. A ballistic missile hit Petah Tikva in central Israel on Thursday evening, bypassing air defense systems. It landed between a residential neighborhood and the city's industrial zone, causing a large crater. The shockwave heavily damaged nearby buildings. I'm going to speak with Rob McBride, who's been following all of these developments in Israel from the Jordanian capital. ഇത് സിവിലിയൻ ഏരിയ ആയിരുന്നു, ഇൻഡസ്ട്രിയൽ ഏരിയ ആയിരുന്നു. ആ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്കാണ് അടിച്ചത്. അതിന്റെ രസകരമായ കാര്യം എന്താണെന്നറിയോ? ആ അടിച്ചിട്ട വിമാനത്തിന് ഇന്ത്യൻ രൂപയുടെ വില 760 കോടി രൂപയാണ്. 760 കോടി രൂപയുടെ വിമാനമാണ് ഈ പറഞ്ഞ ഇറാൻ ഒരു തോക്കുകൊണ്ട് അടിച്ചിട്ടത്. ഇത് അടിച്ചിടാനും തിരിച്ചടിക്കാനും കാരണം ഇറാന്റെ ആയുധശേഷി മാത്രമല്ല, 72 മണിക്കൂർ മുമ്പ് കൊറിയയുമായി ക്രിപ്റ്റോ കറൻസിയിൽ നോർത്ത് കൊറിയയുമായി ഒരു ആയുധ വിപണനം നടന്നു, ഒരു കച്ചവടം നടന്നു. അതിന്റെ വിശദാംശങ്ങൾ ചിലർ വളരെ വ്യക്തമായി പുറത്തുവിട്ടിട്ടുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ പറയാം. അങ്ങനെ അടിച്ച് ജയിച്ചു പോകാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിയില്ല. അത്ര മാരകശേഷിയുള്ള ആയുധങ്ങൾ ഇറാന്റെ കൈവശം എത്തിക്കഴിഞ്ഞു.